എടേ എന്തൊരു വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ? നീ പഠിച്ച എബി അല്ലേടാ? അതെ എബി. എടേ വീടെങ്ങനെ? നല്ല അടിപൊളി വീടല്ലേ? നീ പൈസ വേണ്ടേ ബ്രോ? നീ വാങ്ങി തരുമോ എനിക്ക്? എടീ നിന്റെ ലൊക്കേഷൻ അല്ലേ, നീ താമസിക്കുന്ന സ്ഥലമല്ലേ? അപ്പൊ ഈ സ്ഥലം അങ്ങോട്ട് നീ ഒന്ന് പറഞ്ഞു. ലൊക്കേഷനൊക്കെ പറഞ്ഞുതരാം. വീടിന്റെ അടുത്ത അമരവിള ചായക്കട്ടോണം CSI പള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ 2 വീട്. 1, 2. ലൊക്കേഷൻ ഒക്കെ മനസ്സിലായല്ലേ? ഇവിടെ 2 വീടുകളാണ് വന്നിട്ടുള്ളത്. കണ്ട, 2 അടിപൊളി വീടുകൾ. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ചായക്കോട്ട് പോകണം. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് 150 മീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി നേരെ വീട് വന്ന് കാണാമേ. നല്ല അടിപൊളി വീടാണ്. 2 വീടുകളാണ്. ഇതാണ് ഫുള്ള് പണി കഴിഞ്ഞ വീട്. മറ്റത് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, അതാണ് ഞാൻ കാണിക്കാൻ പറ്റാത്തത്. ഇത് പ്ലാവിൽ തീർത്ത ഡോറിലാണ് വന്നിട്ടുള്ള വീട്. നോക്കും, നല്ല അടിപൊളി വീടാണ്. 4.7 സെന്റില് 1550 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല സൂപ്പർ വീടാണ്. പണി ചെയ്തിരിക്കണം. നോക്കും, എന്ത് നല്ല അടിപൊളി പണിയാണ് ചെയ്തിട്ടിരിക്കണം. നോക്കണ്ട, ഇന്റീരിയർ വേറെ ഒരു രക്ഷയില്ല കേട്ടോ, സെറ്റ് ഇന്റീരിയർ. പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. ഈ TV എടുത്ത് കേട്ടാ ഇതിങ്ങനെ കറക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പം ലിവിങ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് TV കാണാം. ഡൈനിങ് ഏരിയ, ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് ഇവിടെ നിന്ന് നമുക്ക് TV കാണാൻ പറ്റും. ഇങ്ങനെ 2 ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കറക്കി വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഓപ്പൺ മോഡുലാർ കിച്ചൺ. എന്ത് നല്ല കിച്ചണാണ്. നോക്കുക, ഫുള്ള് കബോർഡ് വർക്സ് കൊണ്ട് എല്ലാ സൈഡ് ഇതാ മൾട്ടിവുഡിന്റെ കബോർഡാണ് ഫുള്ള്. കണ്ടാ, ഫുള്ള് കബോർഡ് വർക്സ്. ഡോർ വന്നിട്ട് ലാവിൽ തീർന്ന ഡോറാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു വർക്ക് ഏരിയ വരെ ഉണ്ട്. ഇതാ പുകയില്ലാത്ത അടുപ്പ് ഉണ്ട്. ഇതാ ഓക്കെ, അത് മിക്ക വീട്ടിലും ഇല്ല കേട്ടോ. നമുക്ക് മിക്ക വീട് നോക്കുക പുകയില്ലാത്ത അടുപ്പ് കിട്ടൂല, പക്ഷെ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് വരെ ഉണ്ട്. നമുക്കിനി നേരെ നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ മൊത്തം 3 ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. 3 ബെഡ്റൂം. ഇതിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂമിലും നമുക്ക് കബോർഡ് വർക്സ് ഉണ്ട്. കണ്ട, കബോർഡ് വർക്ക് 3 ബെഡ്റൂമിൽ കബോർഡ് ഉണ്ട്. ഒരു ബെഡ്റൂമിൽ പോലും കബോർഡ് ഇല്ലാതില്ല, എല്ലാ ബെഡ്റൂമിലും കബോർഡ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് സോക്ക്, നമ്മളെ ഫിറ്റിംഗ് നോക്ക് കണ്ട, ജോൺസൺ ആണ്. ജോൺസൺ നല്ല ടോപ്പ് ബ്രാൻഡ്, അതായത് ജോൺസന്റെ ഇത് ഫിറ്റിംഗ്സ് ആണ് വന്നിട്ടുള്ളത്. ജോൺസൺ ഒക്കെ നല്ല ടോപ്പാണ്. ജോൺസൺ സാധാരണ മിക്ക വീട്ടിലും ചെയ്യൂല ഈ ടോയ്ലറ്റില്. ജോൺസൺ ഒക്കെ നല്ല ടോപ്പ് ബ്രാൻഡാണ്. സെറൈൻ ജോൺസൺ നല്ല കമ്പനിയാണ്. ജോൺസൺ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12-11 ബെഡ്റൂമിന്റെ സൈസ് വരണം. 12-11, അതായത് സൈസ് വന്നിട്ട് 12-11 വരും. 12-11. പിന്നെ ഇതിൽ സ്വിച്ച് ഒക്കെ വന്നിട്ട് ലെഗ്രാൻഡിന്റെ സ്വിച്ച് ആണ് വന്നിട്ടുള്ളത്. നമുക്കിനി നേരെ മുകളിലോട്ട് നമുക്ക് പോയി ഒന്ന് നോക്കാം. ഇവിടെ കണ്ട, സൈഡ് കണ്ട, ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. കണ്ട, സ്ട്രിപ്പ് ലൈറ്റ് ഈ നമ്മൾ കയറി പോണ കോണിപ്പടി ഫുള്ള് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. ഇതുവരെ വന്നിരിക്കും സ്ട്രിപ്പ് ലൈറ്റ്. സൺലൈറ്റിന്റെ ഇതാണ് നമ്മുടെ മുകളിലത്തെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഇവിടെ ഒരു 2 ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂം കണ്ട, നല്ല സൈസുള്ള ബെഡ്റൂമാണ്. കണ്ട, 12-11 പറയുമ്പോഴേ നല്ല സൈസാണ്. കണ്ട, നല്ല സൈസുള്ള ബെഡ്റൂം. ഇവിടുത്തെ കബോർഡ് ഉണ്ട്, എന്ത് വലിയ കബോർഡും വലിയ കബോർഡും ഉണ്ട്. അതുപോലെ ഇത് കണ്ട, നമ്മുടെ മിറർ യൂണിറ്റ് ഇവിടെ ഡ്രസ്സിങ്ങിന്റെ ഇതായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാൽക്കണി കൂടെ പോയി കാണാം. നെയ്യാറ്റിൻകര ജംഗ്ഷനൊക്കെ അടുത്താണ് ഈ വീട് വരുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ബാൽക്കണി യൂണിറ്റ് ഏരിയ. ഇവിടുത്തെ വഴിയുണ്ട, ലോറിക്ക് വരെ പോകാൻ പറ്റിയ വലിയ ഇന്റർലോക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. കണ്ട, ലോറിക്ക് വരെ പോകാൻ പറ്റിയ ഇന്റർലോക്ക് വഴിയാണ്. ഇവിടെ 2 കാർ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാം. അവിടെ ഫ്രണ്ടിൽ 2 സൈഡും ഗാർഡൻ സെറ്റ് ചെയ്യാം. നല്ല വലിയ കാർ വരെ ഇവിടെ കിടക്കും. അപ്പുറത്തെ വീടുണ്ട്, ഈ വീടുമുണ്ട്, അപ്പുറത്തെ വീടുമുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിലുള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ, മിക്ക വീട് നോക്കുമ്പം ഇപ്പൊ നിങ്ങളുടെ ചേട്ടനും അനിയനും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആർക്കെങ്കിലും, അല്ലെങ്കിൽ അനിയനും ചേട്ടൻ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആർക്കെങ്കിലും താമസിക്കണം. നിങ്ങളിപ്പോൾ 2 പേര് ഫ്രണ്ട്സാണ്. 2 പേർക്കും വീട് വേണമെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീട് സെറ്റാണ്. കാരണം 2 വീടുണ്ട്. ചേട്ടൻ ഇവിടെ താമസിക്കാം, അനിയൻ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ താമസിക്കാം, അനിയൻ ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് 2 പേര് തിക്ക് ഫ്രണ്ട്സ് ആണ്, 2 പേർക്ക് ഒരിടത്ത് താമസിക്കണമെങ്കിൽ ഇവിടെ 2 വീടുണ്ട്. 2 എടുക്കാം, 2 വീട് എടുക്കാം, 2 പേർക്ക് ഒരുമിച്ച് താമസിക്കാം. അങ്ങനെ ഒരു ഹൈലൈറ്റ് ഇവിടെ ഉണ്ട്. കാരണം 2 വീട് ഒരു ഇതിലാണ് ഇരിക്കുന്നത്, 2 അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ 2 വീട് ഒരുമിച്ച് കിട്ടാൻ പാടാണ്, പക്ഷെ ഇവിടെ 2 വീട് ഒരുമിച്ച് കിട്ടും. പിന്നെ നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ലൊക്കേഷൻ ആക്സസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ ഞാൻ ഫസ്റ്റ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2, മുകളിൽ 1.
നമുക്കിവിടെ നിന്ന് അമരവള ചെക്ക് പോസ്റ്റ് ഒരു 1.8 കിലോമീറ്റർ വരെ ഉള്ളൂ. ചായക്കോട്ടോണം ജംഗ്ഷൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ 150 മീറ്റർ. അമരവള റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് 1 കിലോമീറ്റർ ഉള്ളൂ. 1 കിലോമീറ്റർ ഇല്ല, അതിൻ്റെ അകത്ത് തന്നെ വരും. പിന്നെ നെയ്യാറ്റിൻകര, നമ്മുടെ നെയ്യാറ്റിൻകര ബസ് ഡിപ്പോ 3.8 കിലോമീറ്റർ. നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ, നമ്മുടെ നെയ്യാറ്റിൻകര കോർട്ട് എല്ലാം ഒരു 5 കിലോമീറ്റർ അത്ര തന്നെ വരും. നമുക്കിവിടെ നെയ്യാറ്റിൻകര ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സംഭവം ഉണ്ട്. നമുക്കിപ്പോൾ സിറ്റി പോകേണ്ട ആവശ്യമില്ല. നെയ്യാറ്റിൻകര ജംഗ്ഷൻ എത്തുമ്പോൾ അറിയാലോ, ബസ് ഡിപ്പോടെ അവിടെ പോയാൽ നമുക്ക് ഷോപ്പിങ്ങിനായാലും എന്താവശ്യം, ഹോസ്പിറ്റലായാലും ജനറൽ ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട്. നമുക്ക് എന്നിട്ട് സിറ്റി പോകേണ്ട ആവശ്യമുള്ളൂ പോലും ഇല്ല. നിംസ്, നെയ്യാറ്റിൻകരയിൽ നിംസും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും നല്ല ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ റേഡിയസിനകത്ത് തന്നെ എല്ലായിടത്തും പോകാൻ പറ്റും. നമുക്ക് നെയ്യാറ്റിൻകര, അമരവള ചെക്ക് പോസ്റ്റ്, അമരവള റെയിൽവേ സ്റ്റേഷൻ, എല്ലാം ഉദയംകുളങ്ങര, ധനുവച്ചപുരം തുടങ്ങി എല്ലായിടത്തും ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് നേരെ ധനുവച്ചപുരം കയറാൻ പറ്റും. ധനുവച്ചപുരം ITI ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ എല്ലായിടത്താണ്. നമുക്ക് നെയ്യാറ്റിൻകര തന്നെ ഒരുപാട് സ്കൂളുണ്ട്, അറിയാമല്ലോ, GR പബ്ലിക് സ്കൂൾ, അങ്ങനെ ഇഷ്ടം പോലെ സ്കൂളും കാര്യങ്ങളും എല്ലാം തൊട്ട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട്, ഈ ഒരു അടിപൊളി വീടിന് ചോദിക്കുന്ന പ്രൈസ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഇത് അതിന് ഇത് ഉണ്ട്, എന്താ ലൈറ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റും ഈ ഒരു മിറർ യൂണിറ്റ്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിലെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ട, ജോൺസൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കണ്ട, 10 വർഷം വാറണ്ടി ഉണ്ട് കണ്ട ബാത്റൂം ഫിറ്റിങ്സിൻ്റെ തന്നെ. അപ്പോൾ അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. എല്ലാം നല്ല ക്ലിയർ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള വീടാണ്. നമുക്കിതിൽ ഞാൻ ഒരു കാര്യം വിട്ടു, ഞാൻ ഇത് കാണിച്ചില്ലല്ലോ, ബാക്ക് സൈഡ് ഞാൻ കാണിച്ചില്ല. ബാക്ക് സൈഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു തുണിക്കല്ലുണ്ട്. പിന്നെ ഇവിടെ വിറകൊക്കെ കത്തിക്കാം, എന്താ അവിടെ കത്തിക്കാം. പിന്നെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ്, ഇവിടെ പുകയില്ലാത്ത അടുപ്പും വരുന്നുണ്ട്. ഗ്യാസ് കുറ്റിയൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും, ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് കുടിവെള്ളത്തിനായിട്ട് കുഴൽക്കിണറാണ്, ബോർവെല്ലാണ് വന്നിട്ടുള്ളതാ. ഇവിടെ ബോർവെല്ല് കണക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞുതരാം, ഇല്ലേ, ജസ്റ്റ് ഒന്ന് നടക്കട്ടെ. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 63 ലക്ഷമാണ് ചോദിക്കുന്നത്. 3 BHK ആണ്. 2 വീടുണ്ട്. ഇപ്പം നിങ്ങൾ 2 പേർക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ 2 വീടുണ്ട്. 2 വീടും എടുക്കാം. ചേട്ടാ അനിയനെയൊക്കെ താമസിക്കാൻ പറ്റിയതാണ്. അപ്പോൾ 2 വീടുകളുണ്ട്. അത് നമ്മുടെ ലൊക്കേഷൻ അറിയാല്ല, നമ്മുടെ നെയ്യാറ്റിൻകര അമരവള ചായക്കോട്ടുകുളം ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ. അപ്പോൾ ഈ വീട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ 2 വീട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് നമ്മളെ വിളിച്ചോ. ഈ പറഞ്ഞ പ്രൈസിന് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി. 2 അടിപൊളി വീടുകൾ, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വീടാണ്. നമുക്ക് ഇത് നിങ്ങൾ നേരിട്ട് വന്നാലേ മനസ്സിലാവും, നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്, നല്ല അടിപൊളി വീടുകളാണ്. അപ്പോൾ ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നെയ്യാറ്റിൻകര അമരവളയിലൊക്കെ നല്ല അടിപൊളി വീടുകൾ വേണോ എങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ.